ഇന്നൊരു ഓർക്കിഡ് നട്ടാലോ? ഇന്ന് ഞാൻ ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് ഒരു തൈ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഒരു ഓർക്കിഡ് ക്ലീൻ ചെയ്യണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് എനിക്ക് അതിനൊരു തോന്നൽ തോന്നിയത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കരിക്കട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചകിരിച്ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തേങ്ങാ പൊതമ്പിലേക്കാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഒരു തൈ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2 തൈ ഉണ്ടായി. അപ്പോൾ ഞാൻ ഒരെണ്ണം നടുന്നത് കാണിച്ചു തരാം. വേറെ ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കരിക്കട്ട ഇട്ടതിന് ശേഷം അതിൻ്റെ മീതയ്ക്ക് കുറച്ച് ഈ ഒരു ചകിരിച്ചോറ് ഇടുക. അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു തൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു ചെടിച്ചട്ടിയിൽ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഓർക്കിഡ് ഉള്ളത്. പണ്ട് വേറെ രീതിയിൽ കുറേ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഇത് ഒരെണ്ണത്തിലായി പോയി. അപ്പോൾ നമുക്കിത് എന്തായാലും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മീതേക്ക് പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കരിക്കട്ട ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വേരോട്ടം നല്ല രീതിയിൽ തന്നെ നടക്കുകയൊക്കെ ചെയ്യും. ചിലവരിത് ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഓടിൻ്റെ കഷ്ണമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതിലേക്ക് ഞാൻ വളങ്ങളൊന്നും ചേർക്കണില്ല. ഇതിന് ശേഷം കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഇത് വളർന്നു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇടുമ്പോൾ ഈ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തതുണ്ട്. അതും ഇതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ.